അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കണമെന്ന മഹാന്മാരൊക്കെ നമ്മോട് ആവശ്യപ്പെട്ട 27-ാം രാവിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാത്രിയിൽ ധാരാളമായ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനും ആ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ ഈ ഒരു ദിവസം, ഇനിയുള്ള ദിവസങ്ങൾ ഒരു നിമിഷം പോലും നാം പാഴാക്കാൻ പാടില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഇബാദത്തുകൾക്കും ഒക്കെ എത്രയോ ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇന്ന് നമ്മുടെ ഇബാദത്തുകളെ നാം ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി പുരുഷന്മാർ മുഴുവനും പള്ളിയിലേക്ക് പോവുക. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നിസ്കരിക്കുക. കാരണം ജമാഅത്ത് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്ത് നിസ്കരിക്കുന്നതിനുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശുദ്ധമായ റമളാനിലെ വിശുദ്ധമായ ഈ ദിവസം കൂടിയാകുമ്പോൾ അതിന് എത്രയോ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് സ്ത്രീകളും വീടുകളിൽ നിന്ന് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. മഗ്രിബിന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക, ശേഷമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക, അതിനുശേഷം അവ്വാബിൻ നിസ്കാരം നിർവഹിക്കുക. ശേഷം പരിശുദ്ധമായ ഖുർആന് നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക. എല്ലാ ദിവസവും ഓതേണ്ടുന്ന സുന്നത്തായ സൂറത്തുകളുണ്ട്. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതുപോലെ യാസീൻ, അർ-റഹ്മാൻ, സജദ, ഇങ്ങനെ സുന്നത്തായ സൂറത്തുകളൊക്കെ നാം പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇഷാവും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. ഇഷാഇന്റെയും മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക. തറാവീഹ് 20 റക്അത്ത് തന്നെ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. തറാവീഹിന് ശേഷം നമുക്ക് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാം. തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ തസ്ബീഹ് നിസ്കാരം ഇന്നത്തെ രാത്രിയിൽ നാം ഒഴിവാക്കരുത്. തസ്ബീഹ് നിസ്കാരത്തിന് ശേഷം നമ്മൾ തൗബ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും ഇന്നത്തെ രാത്രിയിലൂടെ പുറത്തു തരണം. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടുന്ന സമയമാണ്. അത്തൗബതു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോവില്ല എന്നും ഭാവിയിൽ ഞാൻ അത്തരം തെറ്റുകൾ ചെയ്യില്ല എന്നും ഒക്കെയുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ചെയ്തുപോയ ദോഷത്തിന്റെ മേലിൽ ഖേദിച്ചു മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ തൗബ ചെയ്യണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയണം. ഇനി ഒരാൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒറ്റ വീഴുന്ന ആ ഒരു തുള്ളി കണ്ണുനീർ മതിയാകും നാളെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ. അതുകൊണ്ട് നല്ല ഖേദത്തോടുകൂടെ തന്നെ തൗബ ചെയ്യാൻ ഇന്നത്തെ രാത്രി നാം ശ്രദ്ധിക്കണം. തഹജ്ജുദ് നാം ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ വിത്ർ 11 റക്അത്ത് കഴിയുന്നവർ 11 റക്അത്ത് തന്നെ നിസ്കരിക്കണം. അതിനു പുറമെ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കണം. തഹ്ലീലിനെ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലിനെ നാം അധികരിപ്പിക്കണം. ധാരാളമായി ദുആ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയണം. പ്രത്യേകിച്ച് അവന്റെ റഹ്മത്ത് ലഭിക്കാൻ, മഗ്ഫിറത്ത് ലഭിക്കാൻ, നരകമോചനം ലഭിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ, അങ്ങനെ നമ്മളെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങളെയൊക്കെ അള്ളാഹുവിനോട് എണ്ണി 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 പറഞ്ഞ് ചോദിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ലോക മുസ്ലിമീങ്ങൾ, അവർക്കൊക്കെ വേണ്ടി നാം ദുആ ചെയ്യണം. കാരണം ഇന്നത്തെ രാത്രി അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. മകളുടെയൊക്കെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി
മാതാപിതാക്കളെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി മക്കള് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ഇന്നത്തെ രാത്രിയെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഇബാദത്തുകളായി നാം സജീവമാക്കേണ്ടതുണ്ട്. ഇനി ശാരീരികമായി പ്രയാസമുള്ളവർ ഈ പറഞ്ഞ നിസ്കാരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾക്കൊന്നും കഴിയാത്തവരാണെങ്കിൽ അവർ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ചില ഭാഗങ്ങളെ അവർ പ്രത്യേകമായി പാരായണം ചെയ്യുക. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ധാരാളമായി പാരായണം ചെയ്യുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആമന റസൂൽ പാരായണം ചെയ്യുക. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്തിലെ പാരായണം ചെയ്യുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തിലെ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസിനെ പാരായണം ചെയ്യുക. അങ്ങനെ ശാരീരികമായി പ്രയാസമുള്ളവർ, നിസ്കാരത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇത്തരം കാര്യങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയെ നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവന്റെ വിശുദ്ധമായ ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മലായികത്തിന്റെ, പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മറ്റു മലായികത്തുകളുടെയും ഒക്കെ ഹസ്തദാനം ലഭിച്ചവരിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം റമളാൻ ഷരീഫുകൾ സ്വീകരിക്കാനും ലൈലത്തുൽ ഖദറുകൾ അനുഭവിക്കാനും ഒക്കെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രത്യേകമായ ദുആകളിൽ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.